എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മസാല കടലയാണ്. അത് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാല കടലയാണ് നമ്മുടെ മമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് സോഡ, ബേക്കിംഗ് പൗഡർ, അരിപ്പൊടി ഇതൊന്നും ചേർക്കാതെ വെറുതെ കടലമാവും നമ്മൾ ചേർക്കുന്ന കുറച്ച് മസാലപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാല കടലയാണ്. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിനോട് കുറച്ച് സ്നേഹവും കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സ്വാദ് കൂടും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മസാല കടല നമ്മൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്ഷമയോടുകൂടി അത് വറുത്തെടുത്താൽ നല്ല ക്രിസ്പായിട്ടുള്ള മസാല കടല നമുക്ക് തയ്യാറാക്കാം. പിന്നെ എന്താ, പച്ചക്കടലയിലൊക്കെ വേണ്ടത്, വറുത്ത കടലയല്ല, പച്ചക്കടല വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മഴക്കാലാണ്, നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് വെറുതെ നല്ല ചൂട് ചായയും ഈ മസാലക്കടലയൊക്കെ കഴിക്കാൻ വളരെ സുഖമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മളുടെ വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ള മസാലക്കടല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഹലോ, നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് മസാല കടല ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തത് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മസാല കൂട്ടുണ്ടാക്കണം. ആ മസാല കൂട്ടിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മസാല പൗഡർ റെഡിയായി. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് വേണ്ട ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മുടെ മിക്സ് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞാൽ നമ്മളുടെ ആ കടല ഉണ്ടല്ലോ, ആ കടല ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോട്ടിങ്ങൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് കൈയെടുക്കാതെ തന്നെ ഇളക്കണം. തമ്മിലൊന്നും ഒട്ടുക ആവട്ടെ ഒന്നും ചെയ്യില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമ്മളുടെ മസാല കടല ശരിയായി. അതിൻ്റെ മസാല കടലയല്ല, ഇനി നമുക്ക് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻസ്റ്റൻറ്റ് മസാല ഉണ്ടല്ലോ, അത് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കടല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ നാളെയും നമുക്ക് കഴിക്കാം, തണുക്കില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കൂട്ട് നമ്മൾ ചെയ്യുവാണെന്ന് വെച്ചാൽ നല്ല കിരുകിരാന്നുള്ള മസാലക്കടല നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കടലയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹെൽത്തി ആണല്ലോ, കടല പൊതുവേ ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.